നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ അൾജീരിയയുടെ ആദ്യ മത്സരം അർജന്റീനയ്ക്കെതിരെയാണ്. അർജന്റീന ആരാധകർ കാത്തിരിക്കുന്ന മത്സരമാണ്. ആ കളിക്ക് മുന്നോടിയായിട്ട് അൾജീരിയയുടെ സൂപ്പർ താരം ഇബ്രാഹിം മസ പറയുന്നു, ഞങ്ങൾ മെസ്സിയും ടീമിനെ തോൽപ്പിക്കും. അത് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ദൈവം സഹായിച്ചാൽ മെസ്സിയും ടീമിനെയും ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. പറയുന്ന ഇബ്രാഹിം മസയാണ്. 20-കാരനായിട്ടുള്ള അൾജീരിയക്ക് വലിയ പ്രതീക്ഷയുള്ള യങ് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള താരം. ഇബ്രാഹിം മസയെ അറിയാവുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് ജർമ്മൻ ആരാധകർക്ക് നല്ല പരിചയം ഉണ്ടാവും. കാരണം ജർമ്മനിയുടെ ടീമിൽ അണ്ടർ 18, അണ്ടർ 19, അണ്ടർ 20 ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. പിന്നീടാണ് അദ്ദേഹം അൾജീരിയക്ക് വേണ്ടി സീനിയർ ലെവലിൽ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഹെർത്ത ബെർലിനിൽ ഉണ്ടായിരുന്നു. 2025 മുതൽ ബയർ ലെവർക്യൂസനിൽ കളിക്കുന്ന മുന്നേറ്റ നിര താരമാണ് ഇബ്രാഹിം മസ. ആ ഇബ്രാഹിം മസയാണ് പറയുന്നത്, ഞങ്ങൾ തോൽപ്പിക്കും അർജന്റീന ടീമിനെ. അങ്ങനെയല്ല, എടുത്തു പറഞ്ഞ മെസ്സിയെ തോൽപ്പിക്കുന്നതാണ് പറഞ്ഞത്. അതായത് അർജന്റീന ടീമിനെ തോൽപ്പിക്കും, മെസ്സി നയിക്കുന്ന അർജന്റീന ടീമിനെ തോൽപ്പിക്കും. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ലാൻഡ് ചെയ്ത സമയത്താണ് മാധ്യമങ്ങളോട് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വി വിൽ ബീറ്റ് മെസ്സി, ഞങ്ങൾ മെസ്സിയെ തോൽപ്പിക്കും. ദൈവം വിചാരിച്ചാൽ, ഗോഡ് വില്ലിങ്, ഞങ്ങൾ മെസ്സിയെ തോൽപ്പിക്കും. ഞങ്ങൾക്കിതൊരു മികച്ച വേൾഡ് കപ്പായിരിക്കും. ആദ്യ മാച്ച് അർജന്റീനയ്ക്കെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അവരൊരുപാട് പ്രൊവോക്ക് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ ശ്രദ്ധ കളിയിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ല, ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ശ്രദ്ധ കളിയിൽ തന്നെ കൊടുക്കും. വളരെ സ്മാർട്ടായിട്ട് കളിക്കും. എന്ത് സംഭവിക്കും നമുക്ക് കാണാലോ. ഗോഡ് വില്ലിങ്, ഞങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും ആൻഡ് ബീറ്റ് മെസ്സി. മെസ്സിയെ തോൽപ്പിക്കും എന്നാണ് അവൻ പറഞ്ഞത്. ഏതായാലും അത് കഴിഞ്ഞിട്ട് അവരുടെ ക്യാപ്റ്റൻ റിയാദ് മെഹ്റസ് കുറച്ചുകൂടി നമുക്കറിയാമല്ലോ, പ്രായക്കൂടുതലൊക്കെ ഉണ്ട്, മെച്ചൂർഡായിട്ടുള്ള ആളാണ്. സിറ്റിക്കൊക്കെ വേണ്ടി കളിച്ച് പോരാട്ടങ്ങളേറെ കണ്ടയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കളിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി: തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കളിയെ മറ്റേതൊരു മത്സരവും പോലെയാണ് അപ്രോച്ച് ചെയ്യുക. ഞങ്ങൾക്കിനി ആ കളിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരാഴ്ച സമയവുമുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ തന്നെ റെഡിയാണ്. ഹോണസ്റ്റ്ലി എനിക്കറിയില്ല ഈ പറയുന്ന പോലെയുള്ള വലിയ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകളൊക്കെ ഉണ്ട് എന്നെനിക്കറിയില്ല. ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങളുടെ രാജ്യത്തെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനം നടത്തും എന്നാണിപ്പോൾ റിയാദ് മെഹ്റസ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.